അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. മദ്രസ 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 4ാമത്തെ പാഠമാണ് സ്വലാത്തുൽ വിത്ർ വ തഹജ്ജുദ്. വിത്ർ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും. ആദ്യം വിത്റിനെ കുറിച്ചാണ് പറയുന്നത്. രാത്രിയിലെ 2 സുന്നത്ത് നിസ്കാരങ്ങളാണ് വിത്റും തഹജ്ജുദും. വിത്ർ വേറെ നിസ്കാരം, തഹജ്ജുദ് വേറെ നിസ്കാരം, വെവ്വേറെ നിസ്കാരമാണ്. ആദ്യം വിത്റിനെ കുറിച്ച്, റവാത്തിബ് നിസ്കാരങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് വിത്ർ നിസ്കാരം. റവാത്തിബ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഓരോ ഫർള് നിസ്കാരത്തിൻ്റെയും മുൻപും ശേഷവും നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരമാണ് റവാത്തിബ് നിസ്കാരം അല്ലേ. അതിനേക്കാൾ പുണ്യമുള്ള നിസ്കാരമാണിത് വിത്ർ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്താണ് പറയുന്നത്? അൽ വിത്രു ഹഖുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ് വിത്ർ നിസ്കാരം എന്നുള്ളത്. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. വിത്റിൻ്റെ സമയം ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജ്റിൻ്റെയും ഇടയിലാണ്. ഇഷാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഫജ്റിൻ്റെ ഇടയിലാണ് വിത്റിൻ്റെ സമയം വരുന്നത്. രാത്രിയിലെ അവസാന നിസ്കാരം വിത്റാവലാണ് ഏറ്റവും നല്ലത്. അവസാനം തഹജ്ജുദ് വരെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വിത്ർ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി നോക്കൂ, ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണമായത് 11 റക്അത്തുമാണ്. ചുരുങ്ങിയത് ഒറ്റ റക്അത്തും പൂർണ്ണമായത് 11 റക്അത്ത് വരെയുമാണ് വിത്ർ നിസ്കാരം. പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്താണ്. 1 റക്അത്ത് എന്നൊക്കെ പറഞ്ഞാൽ പറ്റ കുറഞ്ഞു പോയില്ലേ. ഇനി പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് കുറഞ്ഞ നിസ്കാരം ആ രൂപത്തിൽ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വിത്ർ എന്ന് പൂർണ്ണമായിട്ട് കുറഞ്ഞ 1 റക്അത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 റക്അത്താണ്. പിന്നെ 1ൽ കൂടുതൽ നിസ്കരിക്കുന്നവർ ഈ 2 റക്അത്തുകളായി നിസ്കരിച്ച് ഒറ്റ റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. 1ൽ കൂടുതൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 11 അങ്ങനെയാണല്ലോ വരിക. അപ്പം 3 നിസ്കരിക്കുന്ന ആൾ 2 റക്അത്ത് നിസ്കരിക്കുക, 1 റക്അത്ത് സലാം വിട്ടുക, പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക, അപ്പോൾ 3 ആയി. അതേപോലെ 5 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക, 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക, 1 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക, അങ്ങനെ 7, പിന്നെ അതുപോലെ തന്നെ 9, പിന്നെ അതുപോലെ തന്നെ 11 ആ രൂപത്തിലാണ് കേട്ടോ വരിക. പിന്നെ 1ലധികം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം താഴെ പറയും വിധം സൂറത്തുകൾ ഓതൽ സുന്നത്താണ്. 1ൽ കൂടുതൽ നിസ്കരിക്കുന്ന ആൾക്കാർ, അതായത് 3 നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആദ്യത്തെ 3 റക്അത്ത്, അവസാനത്തെ 3 റക്അത്ത് പറഞ്ഞാൽ ആദ്യത്തെ 3 റക്അത്ത് തന്നെ. പിന്നെ 5 റക്അത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് 3, 4, 5 അതാണ് അവസാനത്തെ 3 റക്അത്ത് അല്ലേ. അതുപോലെ തന്നെ 11 റക്അത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ 9, 10, 11 അതാണ് അവസാനത്തെ 3 റക്അത്ത്. 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആയില, ഏതാ സൂറത്തുൽ ആയില? സബ്ബിഹിസ്മ റബ്ബിക്കൽ ആയില എന്നുള്ള ആ സൂറത്ത്. അതുപോലെ തന്നെ 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത്. അത് സലാം വീട്ടി കഴിഞ്ഞ് അവസാനത്തെ റക്അത്ത് ഉണ്ടാവില്ലേ, ആ 3ാമത്തെ റക്അത്തിൽ അവസാനത്തെ 3ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അതുപോലെ തന്നെ മുഅവ്വിദ്തൈൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും, ഈ 3 സൂറത്തും അവസാനത്തെ ഒറ്റ റക്അത്തിൽ ഓതൽ സുന്നത്താണ്. എന്നാലോ നമ്മൾ പറഞ്ഞു ചുരുങ്ങിയ എത്ര റക്അത്താണ്? 1 റക്അത്താണ് അല്ലേ. ഇവിടെ പതിവായിട്ട് 1 റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. എന്നും 1 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്. പൂർണ്ണതയിൽ ചുരുങ്ങിയ 3 റക്അത്തെങ്കിലും എന്നും ചെയ്യണം, നിസ്കരിക്കണം. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കൂ, വിത്ർ നിസ്കാര ശേഷം 3 പ്രാവശ്യം ചൊല്ലേണ്ടത്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലണം. വിത്ർ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 3 റക്അത്താണെങ്കിൽ ആ 3 റക്അത്ത് കഴിഞ്ഞിട്ട് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് എത്ര തവണ? 3 തവണ ചൊല്ലുക. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്നും ചൊല്ലൽ സുന്നത്താണ്. ഈ ദിക്ർ വിത്റിന് ശേഷം ചൊല്ലൽ സുന്നത്താണ്. ഇനി റമളാനിൽ വിത്റുണ്ടല്ലോ, അതാണ് അപ്പോഴാണ് കൂടുതൽ നമ്മൾ നിസ്കരിക്കുക. കാരണം റമളാനിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കലുണ്ട്. റമളാനിൽ മാത്രം ജമാഅത്ത്, വേറെ സമയത്തൊന്നും ജമാഅത്ത് കാണാത്ത റമളാനിൽ വിത്ർ ജമാഅത്തായി നിസ്കരിക്കലും റമളാൻ അവസാനത്തെ പകുതി പറഞ്ഞാൽ
30 ദിവസമാണുള്ളത്. ആ 30 ദിവസത്തിൽ പകുതി പറഞ്ഞാൽ 15 ദിവസം, അവസാനത്തെ പകുതി പറഞ്ഞാൽ രണ്ടാമത്തെ 15 അല്ലേ, 16ാമത്തെ ദിവസം മുതൽ റമദാൻ അവസാന പകുതിയിലെ വിത്തറിൽ ഖുനൂത്ത് ഓതലും സുന്നത്താകുന്നു. കണ്ടില്ലേ, നമ്മൾ 16ാമത്തെ ദിവസം ഒരു റമദാൻ പകുതിയൊക്കെ ആയി കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്യും, രണ്ടാമത്തെ പകുതി തുടങ്ങുന്ന സമയത്ത് ഖുനൂത്ത് ഓതാൻ തുടങ്ങും. അതുവരെ ഇല്ലാത്ത ഖുനൂത്ത് അല്ലേ. അപ്പോൾ റമദാനിൽ മാത്രം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? അപ്പം പ്രത്യേകം എന്താണ്, സുന്നത്താണ്. അതുപോലെ തന്നെ റമദാൻ അവസാന പകുതിയിലെ വിത്തറിൽ ഖുനൂത്ത് ഓതലും സുന്നത്താണ്. അപ്പോൾ ഖുനൂത്ത് ഓതലും ജമാഅത്തായി നിസ്കരിക്കലും എന്താണ്, റമദാനിൽ സുന്നത്താണ്. പിന്നെ അടുത്തത് തഹജ്ജുദ് നിസ്കാരമാണ്. അത് പാർട്ട് 2 ആയിട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ.